അവന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെട്ട ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിടിയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവവചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, എല്ലാ വിശ്വാസികൾക്കും കർത്താവായ യേശുക്രിസ്തു ഈ വചനത്തിലൂടെ നിങ്ങൾക്കൊരു പുതുജീവിതം തരട്ടെ, പ്രത്യാശ തരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മൾ ചിന്തിക്കുന്ന ദൈവവചനം പറഞ്ഞത് എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ യേശുക്രിസ്തു മാത്രം. പ്രൈസ്. ലോകത്തിൽ അനവധി ദൈവങ്ങളുണ്ട്, മനുഷ്യ ദൈവങ്ങളുണ്ട്, അവതാരങ്ങളുണ്ട്. പ്രൈസ്. അനവധി ആളുകൾ മരിച്ചുപോയി, അനവധി ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇതെല്ലാം ഇവിടെ സാക്ഷ്യമായി നിൽക്കുമ്പോഴാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്, ഭൂമിയിലേക്ക് വന്ന് മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്ത് ഭാഗത്ത് എന്നേക്കും ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശുക്രിസ്തു മാത്രമാണ്. മറ്റാർക്കും അത് അവകാശപ്പെടാൻ കഴിയില്ല. വിശുദ്ധ വേദപുസ്തകം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. അല്ലേരിയ. അപ്പൊ എന്നേക്കും ജീവിക്കുന്നവൻ യേശുക്രിസ്തു മാത്രം. യേശു ഭൂമിയിൽ വന്ന് ജീവിതം എന്തെന്ന് നമുക്ക് വെളിപ്പെടുത്തി, ശുശ്രൂഷകൾ എന്തെന്ന് വെളിപ്പെടുത്തി, മരണം എന്തെന്ന് വെളിപ്പെടുത്തി, ഉയർപ്പ് എന്താണെന്ന് വെളിപ്പെടുത്തി, മരണാനന്തര ജീവിതം എന്താണെന്ന് വെളിപ്പെടുത്തി, ഇതെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ട് നമുക്ക് ബോധ്യമാക്കി തന്നിട്ട് യേശു പറയുക, അല്ലേരിയ, യോഹന്നാൻ വെളിപ്പെടുത്തി കൊടുക്കുക, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവമാണ്. ഞാൻ മരിച്ചവനായിരുന്നു, പക്ഷെ ഞാൻ ഇനി മരണമില്ലാത്തവനാണ്. ഞാൻ ആദ്യനും അന്ത്യനുമാണ്. എനിക്ക് മരിക്കാൻ കഴിയില്ല, കാരണം ഞാൻ സൃഷ്ടാവാണ്, ഞാൻ ദൈവമാണ്, ഞാൻ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനാണ്, നിങ്ങളെ സൃഷ്ടിച്ചവൻ ഞാനാണ്, നിങ്ങൾക്ക് ജന്മം തന്നവൻ, നിങ്ങളെ ഉണ്ടാക്കിയവൻ ഞാൻ, നിങ്ങളെ മെനഞ്ഞെടുത്തവൻ ഞാൻ. എന്റെ ജീവശ്വാസമാണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. എനിക്ക് അവകാശപ്പെട്ടതാണ് നിങ്ങൾ. മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കത്തില്ല. മാത്രമല്ല, ഞാൻ എന്റെ മഹത്വമാണ് നിന്നിൽ പകർന്നിരിക്കുന്നത്. അത് ഞാൻ മറ്റാർക്കും കൊടുക്കുകയില്ല. എന്റെ മഹത്വം നിന്നിലൂടെ എനിക്ക് വെളിപ്പെടുത്തണം. അതിനുവേണ്ടി ഞാൻ ഭൂമിയിൽ നിനക്ക് ജന്മം തന്നിട്ട് നീ ഇവിടെ ഭൂമി ജീവനോടെ ഇരിക്കുമ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ യേശു മാത്രമാണെന്ന് നിന്നിലൂടെ ഞാൻ പ്രസ്താവിക്കുക. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്നിലൂടെ യേശു സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ വചനം നിങ്ങളൊന്ന് വായിച്ചിട്ടൊന്ന് സന്തോഷിച്ചേ. എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുവിന്റെ മകനാണ്, മകളാണ്. എന്നേക്കും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അവന്റെ മന്ദിരമാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിൽ ആരെ ഭയപ്പെടണം എന്നൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുന്നേ. അപ്പൊ നിങ്ങൾക്ക് യേശുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് ചെല്ലാൻ കഴിയും. രക്തജയം. അപ്പൊ ഞാൻ ഈ ദൈവവചനം വായിച്ചു പഠിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അങ്ങനെക്ക് ഈ ഭൂമി ജന്മം തന്നു, എന്നെ ഇത്രയും വളർത്തി വലുതാക്കി, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് എന്നെ ഈ സമയത്ത് ഈ മേഖലയിൽ ഈ രീതിയിൽ കൊണ്ട് നിർത്തുവാൻ അങ്ങ് എത്ര വലിയവനായ ദൈവമാണ്. അങ്ങ് എന്നേക്കും ജീവിക്കുന്ന ദൈവമാണല്ലോ. അങ്ങേക്ക് വസിക്കാൻ വേണ്ടി അങ്ങനെ തെരഞ്ഞെടുത്തല്ലോ. അങ്ങനെ മന്ദിരമാക്കി എന്നെ മാറ്റിയല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര തൃപ്തനാണപ്പാ. ഞാൻ പറഞ്ഞപ്പ ഞാൻ ഭയങ്കര തൃപ്തനാണ്. കാരണം ലോകം എന്നിൽ വസിക്കാതെ ലോകത്തിലുള്ള പൈശാചികമായ ബന്ധനങ്ങൾക്ക് എന്നിൽ വസിപ്പാട്ടയാകാതെ, ഈ ലോകത്തിന്റെ പാപശാപ രോഗങ്ങൾക്ക് എന്നിൽ വസിപ്പാട്ടയാകാതെ, ഈ ലോകത്തിലെ അശ്ലീലമായ കാര്യങ്ങൾ എന്നിൽ വസിപ്പാട്ടയാകാതെ എന്നേക്കും ജീവിക്കുന്ന എന്റെ സൃഷ്ടാവായ ദൈവത്തിന് എന്നിൽ ജീവിക്കുവാൻ അങ്ങനെ തെരഞ്ഞെടുത്തല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ സന്തോഷം വന്നു കേട്ടോ. നിങ്ങൾക്കും അങ്ങനെ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ അതിലെ അനുഭവത്തിലേക്ക് വരണം. ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ഭൂമിയിലെ ജീവിതം എന്താണ്, ജീവിതത്തിന്റെ അവസാനം എന്താണെന്ന് കർത്താവ് പഠിപ്പിച്ചില്ലോ. നീ മരിക്കുന്ന സഹോദര സഹോദരി, നിനക്ക് മരണം വെച്ചിട്ടുണ്ട്. മരണത്തെ നീ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ദൈവം നിനക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മരണത്തെ നീ ഭയപ്പെടരുത്.
ഈ പ്രസംഗിക്കുന്ന എനിക്ക് മരണത്തെക്കുറിച്ച് ഭയമില്ല. കാരണം മരണം എനിക്കുള്ളതാണെന്നും മരണത്തെ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും മരണാനന്തരം എന്താണെന്നൊക്കെ യേശുവിനെ പഠിപ്പിച്ചു. അപ്പോൾ മരണത്തെക്കുറിച്ച് അവൻ പഠിപ്പിച്ചു. മരിച്ചു കഴിഞ്ഞുള്ള ഉയർപ്പ് എന്താണെന്ന് അവൻ പഠിപ്പിച്ചു. യേശു മരിച്ചു, ഉയർത്തെഴുന്നേൽക്കും. യേശുവിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ സ്വർഗാരോഹണം യേശു പഠിപ്പിച്ചത്. മരണാനന്തര ജീവിതം എവിടെയാണെന്നെല്ലാം നമ്മെ വെളിപ്പെടുത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവ് നമ്മോടൊപ്പം യാത്ര ചെയ്യുക, രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ഞാൻ പറയാറുണ്ടല്ലോ, കരഞ്ഞ് കലകിയ കണ്ണമായി ആരെന്നെ സഹായിക്കും, ആരെന്നെ വിടിവിക്കും, ആരെന്റെ നൊമ്പരങ്ങൾ കേൾക്കുമെന്ന് ഓർത്ത് നീ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ഇനിയെങ്കിലും നിന്റെ ജീവിതത്തെ നീ യേശുവിനെ വിട്ടുകൊടുക്ക. ഹല്ലേലൂയ. ദൈവം നിന്റെ കൂടെയാണ് തന്റെ അത്ഭുതം ജീവൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നാം ദൈവം വായിക്കുമ്പോൾ ക്രിസ്തു നാം ഓരോരുത്തർക്കായിട്ടും മരിച്ചു. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ഹല്ലേലൂയ. ആമി ക്രിസ്തു എനിക്ക് വേണ്ടി അടക്കം ചെയ്തു. ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. ക്രിസ്തു എനിക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തു. ക്രിസ്തു എനിക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം ചെയ്യുന്നു. അവൻ ഇനി മരിക്കുകയില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? നിങ്ങൾ ഓരോരുത്തരും എന്നോട് ചേർന്ന് പറയാമോ? ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി അടക്കം ചെയ്തു, എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, എനിക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തു, എനിക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം ചെയ്യുന്നു. അവൻ ഇനി മരിക്കുകയില്ല. അതെ, യേശുവിന് നിന്നെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരും. അപ്പൊ എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവ് ഇനി മരണമില്ലാത്തവൻ, അവൻ ആദ്യനും അന്തിനുമാണ്. അവൻ തന്റെ വിശുദ്ധ സഭയെ, മണവാട്ടി സഭയെ ചേർക്കാൻ മധ്യാകാശത്തിൽ വരുമെന്നുള്ള പ്രത്യാശയോടെ ആമേൻ ദൈവമക്കൾ ജീവിക്കുക. അതുകൊണ്ട് ലോകത്തിൽ വരുന്ന കഷ്ടങ്ങളെ അവർ ഭയപ്പെടത്തില്ല. ഫ്രൈസറോ, നിങ്ങളൊന്ന് ചിന്തിച്ചു, ലോകത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരും, വേദനകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരും, വേർപാട് വരുമ്പോൾ, വേർപാടെന്ന് പറഞ്ഞാൽ മരണം, വിറ്റോരോടൊക്കെ നമ്മെ വിട്ടു പോകുമ്പോൾ, മഹാവ്യാധികൾ വരുമ്പോൾ നിങ്ങൾ വളരെ വേദനിക്കപ്പെടാറില്ലേ, സങ്കടപ്പെടാറില്ലേ? പക്ഷേ ഒരു ദൈവഭക്തന് അതിൻ്റെ ആവശ്യമില്ല. ആശ്ചര്യമായി ഇതൊക്കെ നമുക്കുണ്ടെങ്കിലും നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വെക്കണം. ഇതെല്ലാം ഞാൻ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ടതാണ്, എന്നിട്ട് ഞാൻ ലോകം വിട്ടു പോകേണ്ടവനാണ്. എന്നേക്കും ജീവിച്ചിരിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി ഒരുക്കുന്ന സ്വർഗീയ പ്രതീക്ഷയിൽ ആ പുതിയ യെരൂശലേമിൽ ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പം ഉണ്ടായിരിക്കേണ്ടതാണ്. അതിനുവേണ്ടി ഞാൻ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന കഷ്ടങ്ങൾ സാരമില്ല, എനിക്ക് പ്രത്യാശയാണെന്ന് പറയണം. മരണത്തെ നീ ഭയപ്പെടരുത്. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഹല്ലേലൂയ, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥം ചെയ്യുന്നു, എന്നേക്കും ജീവിക്കുന്നു. അവൻ വരും. അതിനോട് ചേർത്ത് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം നമ്മൾ ചിന്തിക്കണം, അവൻ ഭൂമിയിലേക്ക് വന്നു, വചന ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്തു, നമ്മുടെ ഇടയിൽ പാർത്തു. അവൻ ശുശ്രൂഷ ചെയ്തു, രോഗികളെ വിടുവിച്ചു, ഭൂതങ്ങളെ വിടുവിച്ചു, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു, അനവധി അത്ഭുതങ്ങൾ. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്ന സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ മേൽ അധികാരമുള്ളൂ, രക്തം ചെയ്യും. അതുകൊണ്ട് നിങ്ങളിത് പറയണം, എൻ്റെ കർത്താവ് ആദ്യനും അന്തിനുമാണ്, ജീവനുള്ളവനുമാകുന്നു. അവൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നവന്റെ മകനായ മകളായി ഞാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഈ ലോകത്തിലെ വാഴ്ചകളും അധികാരങ്ങളും ഈ ലോകത്തിന്റെ അന്ധകാരത്തിന്റെ അധിപതികളും അല്ലെങ്കിൽ സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയും എൻ്റെ മേൽ കർത്തൃത്വം നടത്തുകയില്ല. എൻ്റെ കർത്തൃത്വം നടത്തുവാൻ, എന്നെ നടത്തുവാൻ, എന്നെ പരിപാലിക്കുവാൻ, എന്നെ താങ്ങി നടത്തുവാൻ, എൻ്റെ നൊമ്പരങ്ങൾ വേദനകൾ കാണുവാൻ, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയുവാൻ, ഞാൻ എങ്ങനെ ജീവിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ പോകണമെന്നൊക്കെ എനിക്ക് വീണ്ടും ആലോചന നൽകുവാൻ വേണ്ടി മരണമില്ലാത്തവനായ അതിനുമതിനുമായിരിക്കുന്ന അന്നേക്ക് ജീവിക്കുന്ന യേശു എന്നോട് കൂടെയുണ്ടെന്ന് ചങ്കത്ത് കൈവച്ച് പറയണം. രക്തം ചെയ്യും. അത് വെല്ലുവിളിച്ച് നീ പറയണം. സാത്താൻ നിന്റെ വാക്കിന് മുമ്പിൽ പരാജയപ്പെടണം. ഹല്ലേലൂയ. അല്ലാതെ എനിക്ക് ആരുണ്ട്, എന്നെ വിട്ടു പോയല്ലോ, ഇനി ഞാൻ എങ്ങനെ ജീവിക്കും, എന്നെ ആര് നോക്കും, എന്നേക്കും എൻ്റെ മക്കൾക്കും ആരുണ്ട് എന്നൊന്ന് ഓർത്ത് നീ സങ്കടപ്പെടണ്ട. മാതാവേ, പിതാവേ, യേശുണ്ട് നിനക്ക്. എല്ലാവരും കൈവിട്ട് കളഞ്ഞാലും എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശു നിനക്ക് മണവാളനായിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു നിനക്ക് ഭർത്താവായിട്ടുണ്ട്. യേശു നിനക്ക് സൃഷ്ടമായിട്ടുണ്ട്. യേശു നിനക്ക് വീണ്ടെടുപ്പുകാനായിട്ടുണ്ട്. യേശു നിനക്ക് രക്ഷകനായിട്ടുണ്ട്. ഹല്ലേലൂയ. യേശു നിനക്ക് പാപ മോചകനായുണ്ട്.
അല്ലേ? പിന്നെ നീ എന്തിനു ഭയപ്പെടണം? നീ ദൈവത്തിന്റെ മകളാ, നീ ദൈവത്തിന്റെ മകനാ. എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാരോട് പറയട്ടെ, നീ ദൈവത്തിന്റെ മക്കളാ. നിങ്ങൾ മക്കളൽ പ്രിയ മക്കളാ. അല്ലേരിയ അവന്റെ രക്തം കൊണ്ട് കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിച്ചെടുത്ത്, അല്ലേരിയ അവന്റെ മണവാട്ടിയായി ദൈവം നിങ്ങളെ ഈ ഭൂമി വേർതിരിച്ചതാ. അല്ലേരിയ മണവാട്ടി എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരു ഒരപ്പനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ഒരു പെൺകുട്ടി നിങ്ങൾ ചിന്തിക്കുക, അതേപോലെ ഒരു ആൺകുട്ടി. അവരുടെ വ്യത്യസ്ത ജീവിത സ്വഭാവങ്ങളിൽ വളർന്നു വന്നു. അവരെ വളർത്തി, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായി, അവർ നല്ല നിലയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, സമയമായപ്പോൾ, പ്രായമായപ്പോൾ മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വിവാഹം കഴിച്ചയക്കുവാനുള്ള പ്രേരണ, ഇറങ്ങിപ്പോകുന്ന കാര്യമല്ലേ പറഞ്ഞു, ഓടിപ്പോകുന്ന കാര്യം, ഒളിച്ചോടുന്ന കാര്യമല്ലേ പറഞ്ഞിട്ട് മാതാപിതാക്കൾ തീരുമാനിച്ചുറപ്പിക്കുന്ന വിവാഹം. അബ്രഹാമിന്റെ മകൻ ഇസഹാക്കിനെ അബ്രഹാം അമ്മയും അല്ലെങ്കിൽ മകളെ ഭാര്യ എടുക്കാൻ വേണ്ടി എലയാസർ അയച്ചതുപോലെ അപ്പനും അമ്മയും ആലോചിച്ച് വിവാഹം കഴിക്കുവാനുള്ള തീരുമാനം എത്തിക്കഴിയുമ്പോൾ, അങ്ങനെ ചെറുക്കൻ വന്ന് പെണ്ണിനെ കാണുന്നു, പെണ്ണ് ചെറുക്കനെയും കണ്ട് അവർ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നു. അവർ വാക്കു കൊടുക്കുന്നു. പെണ്ണ് പറയുന്നു എനിക്ക് താങ്കളെ ഇഷ്ടമാ, ചെറുക്കൻ പറയുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാ. മാതാപിതാക്കളോട് പറയുന്നു, ബന്ധുക്കളോട് പറയുന്നു, അവരെ വിവാഹം നിശ്ചയിച്ചുറപ്പിക്കുന്നു. ആ സമയം തൊട്ട് ആ പെൺകുട്ടി ആ സഹോദരന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന മണവാട്ടിയ. പിന്നീട് അവർ വിവാഹം നിശ്ചയം ചെയ്ത് ചില ദിവസങ്ങൾ വിവാഹത്തിന് വേണ്ടി വേർതിരിക്കുന്നു. അതെ, ആ സഹോദരന്റെ മണവാട്ടിയ. ആ മണവാട്ടിയുടെ ഒറ്റ ചിന്തയേ ഉള്ളൂ, ആ മണവാട്ടിക്ക് ഒറ്റ ചിന്തയേ ഉള്ളൂ, എന്നെ വേളി കഴിക്കുന്ന, എന്നെ വിവാഹം കഴിക്കുന്ന ദിവസം എടുത്തിരിക്കുന്നു. എന്റെ മണവാളൻ എന്നോടൊപ്പം വരാൻ സമയമായി, എന്റെ മണവാളിനോടൊപ്പം സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുന്ന സമയമായി. ഇതുവരെയും എൻ്റെ അപ്പനും അമ്മയ്ക്കും വിധേയപ്പെട്ട് അവർ പറഞ്ഞിരുന്നതനുസരിച്ച് അവർ പറഞ്ഞത് കേട്ട് വളർന്നു. ഇനി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കർത്തൃത്വം നടത്തുവാൻ, എനിക്ക് ആലോചന തരുവാൻ, എന്നെ കൈപിടിച്ച് നടത്തുവാൻ, എന്നെ സ്നേഹിപ്പാൻ എൻ്റെ മണവാളൻ എൻ്റെ ജീവിതത്തിൽ വരാൻ സമയമായി എന്നുള്ള ആ പ്രതീക്ഷയോടെ മണവാട്ടി ജീവിക്കുക ഭൂമിയിൽ. അതുപോലെ തന്നെയാണ് കർത്താവിന്റെ മണവാട്ടി എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ സഭ ഏതാണ്? യേശുക്രിസ്തുവിന്റെ സഭ ദൈവത്തിന്റെ മണവാട്ടിയെ കർത്താവ് വിവാഹം നിശ്ചയം ചെയ്ത് ഭൂമിയിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് മണവാട്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക. മണവാളൻ വരും വേളി കഴിക്കുവാൻ, മണവാളന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുക. ഈ മണവാളൻ ഒരു പ്രത്യേകതയും കൊണ്ടുണ്ട്. ഭൂമിയിലെ മണവാളന്മാരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു പോകും. മണവാട്ടിയെ വിട്ടിട്ട് മരിച്ചു പോകും, വേറെ പാടുണ്ട്. എന്നാൽ നമ്മെ വേളി കഴിക്കാൻ വരുന്ന നമ്മുടെ സൃഷ്ടമായി ദൈവം യേശു കർത്താവ്, നമ്മുടെ ആത്മമണവാളന് മരണമില്ലാത്തവനാണ്. അവൻ മരിച്ചവനായിരുന്നു, അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. അവനാണ് നിന്നെ മണവാളനായി ചേർക്കാൻ വരുന്നത്. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഭൂമിയിലുള്ള മണവാളന്മാരൊക്കെ നമ്മെ വിട്ടുപോകുമ്പോൾ ഒരിക്കലും നമ്മെ വിട്ടുപോകാത്തൊരു മണവാളനുണ്ടെങ്കിൽ യേശു മാത്രമാ. അതുകൊണ്ടാണ് പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ യോഹന്നാൻ പറയുന്നത്, എല്ലാവരും എന്നെ കൈവിട്ടു, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു, ആരും എനിക്കൊരു കൂട്ടിനില്ല. ഇന്നെനിക്ക് കൂട്ടിന് ഈ പത്മോസിന്റെ കാടുകൾ മാത്രമാണ്, ഇവിടുത്തെ ഏകാന്തത മാത്രമാ. അങ്ങനെ ഏകാന്ത നടുവിൽ കിടക്കുമ്പോൾ ദൈവാത്മാവ് യോഹന്നാനോട് ഇടപെട്ട്, യോഹന്നാനെ, നീ അവിടെ ഒറ്റയ്ക്കല്ല, നീ അവിടെ തനിച്ചല്ല, നീ അവിടെ ഏകാന്തത അനുഭവിക്കണ്ട. നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത് നീ എൻ്റെ മണവാട്ടിയാ, നിന്നെ ചേർക്കുവാൻ ഞാൻ വരും. മലേറിയ അതേക്ക് ജീവിച്ചിരിക്കുന്നവരായ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തതാണ്. യോഹന്നാന് സന്തോഷം തോന്നി, യോഹന്നാന് പ്രത്യാശ തോന്നി, യോഹന്നാൻ ഹൃദയത്തിൽ പറഞ്ഞു കാണും, അതേ കർത്താവേ, അങ്ങന്റെ മണവാളരാ, ഞാൻ എന്തിനീ ഏകാന്തതയിൽ അനുഭവിക്കുന്നു, ഞാൻ എന്തിനീ പരപ്പോസ ദുഃഖം അനുഭവിക്കുന്നു, അങ്ങനെ ചേർക്കുവാൻ വരും, അങ്ങനെ കൂട്ടുവാൻ വരുമെന്നുള്ള പ്രതീക്ഷയുടെ യോഹന്നാൻ കടന്നുപോയി. ആശ്ചര്യമായി ചിന്തിച്ചാൽ ആ തടവറയിൽ യോഹന്നാനെ ദൈവം വിടുവിച്ചു. ഹല്ലേലൂയ. ഇന്ന് യോഹന്നാൻ ഒരു ഉയർപ്പിനെ കാത്ത് നിദ്ര കൊള്ളുന്ന വിശുദ്ധന്മാരുടെ കൂടെ യോഹന്നാനും നിദ്ര കൊള്ളുക. അത് യോഹന്നാനിനി ഉയർപ്പിന്റെ ഒരു ദിവസമുണ്ട്. അത് യേശുക്രിസ്തുവിൽ മരിച്ചിരിക്കുന്ന സകല ജനത്തിനും, യേശുവിൽ മരിച്ച വിശുദ്ധന്മാർക്കെല്ലാം ഒരു ഉയർപ്പിന്റെ ദിനങ്ങളുണ്ട്. അത് കാഹളനാദം ധരിക്കുമ്പോൾ ആ ഉയർപ്പിന്റെ കൂട്ടത്തിൽ മുമ്പേ മരിച്ചുപോയ വിശുദ്ധന്മാർ, ദൈവത്തിന്റെ സഭ, മണവാട്ടി, അവർ ഉയരത്തെ നിൽക്കും മണവാളനെ എതിരേൽക്കുവാൻ.
പിന്നെ ജീവനോടെ ഇരിക്കുന്ന നമുക്ക് രൂപാന്തരം പ്രാപിച്ച് നമ്മുടെ മണവാളനോട് കൂടെ എടുക്കപ്പെടണമെങ്കിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുവിൽ നീ ജീവിക്കണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ഞാൻ എന്നേക്കും ജീവിക്കുന്നവനാണ്. അപ്പൊ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുവിനെയാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, യേശു പറയാൻ, ഞാൻ ഇനി മരിക്കുകയില്ല. ഞാൻ മരിച്ചത് എന്തിനാണ്? നിനക്ക് വേണ്ടിയിട്ടാ, നിന്നെ ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാ, നിനക്ക് പ്രത്യാശ തരാൻ വേണ്ടിയിട്ടാ, നിനക്ക് പാപമോചനം നൽകാൻ വേണ്ടിയിട്ടാ, എനിക്ക് നിന്നിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാ, നിന്നെ എൻ്റെ മണവാട്ടിയാക്കി മാറ്റാൻ വേണ്ടിയിട്ടാ ഞാൻ നിനക്ക് വേണ്ടിയാണ് മരിച്ചതിന് ഞാൻ മരിക്കത്തില്ല. ഞാൻ യഹൂദ ഗോത്രത്തിന്റെ രാജസിംഹമായി എഴുന്നേറ്റു. ആമേൻ. യേശു പറയാൻ, ഞാൻ യഹൂദ ഗോത്രത്തിന്റെ രാജസിംഹമായി ഉയർത്തെഴുന്നേറ്റു, എന്നും ജീവിക്കുന്നു, എന്നും എന്നേക്കും ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ അവന്റെ ശക്തി നിങ്ങളുടെ നേരെ അവൻ തരികയാണ്. അല്ലേ? അത് ഉയർത്തെഴുന്നേറ്റ സ്വർഗാരോഹണം ചെയ്ത യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ, അഭിഷേകത്തെ ദൈവം നിന്റെ മേൽ പകർന്നുകൊണ്ടിരിക്കുന്നു. ആ അഭിഷേകം പ്രാപിച്ചു വേണം നീ ഭൂമി ജീവിക്കുവാൻ. എന്നെ കേൾക്കുന്ന ജീവിതങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ ഭൂമി ജീവിക്കുമ്പോൾ നിന്റെ പ്രത്യാശ എന്താണ്? നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്? ഇവിടെ തിന്നു കുടിച്ച് പുളച്ചു മതിച്ച് ജീവിച്ച് ഇവിടം കണ്ട് തീരുമെന്നാണോ നീ ചിന്തിക്കുന്നത്? അങ്ങനെയെങ്കിൽ നിനക്ക് തെറ്റി. പലരും പറയാറുണ്ട്, എല്ലാം ഇവിടം കൊണ്ട് അവസാനിക്കും, സ്വർഗവും നരകവും എല്ലാം ഇവിടെ, അതെല്ലാം കണ്ടു എന്നൊക്കെ പറയുന്ന അനവധി ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ നീ എണ്ണപ്പെടരുത്. നിനക്ക് പ്രത്യാശ വേണം. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എനിക്ക് കഷ്ടങ്ങളുണ്ട്, വേദനകളുണ്ട്, ദുഃഖങ്ങളുണ്ട്, എന്നാലും ഞാൻ ഭാരപ്പെടത്തില്ല. കാരണം എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശു വരും. അവൻ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് എനിക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തിട്ട് മണവാളൻ എന്നെ ചേർക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷയോടെ നിനക്ക് കാത്തിരിക്കുവാൻ കഴിയണം. നിങ്ങൾക്കൊരു കാത്തിരിപ്പാണ്. വെറുതെ നമ്മളിവിടെ ജീവിച്ചിട്ട് കാര്യമില്ല. വെറുതെ ഈ ഭൂമിയിലെ മണ്ണിനും പൊന്നിനും പെണ്ണിനും പണത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ലെന്നേ. ഇവിടുത്തെ രാഷ്ട്രീയത്തിനും അധികാരത്തിനും സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി, ദിവ്യാഗ്രഹത്തിന് വേണ്ടിയിട്ടും നമ്മൾ ജീവിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതെല്ലാം അതെല്ലാം നമ്മുടെ കൺമുമ്പിൽ തകർന്നു പോകും. നമ്മൾ ചിന്തിച്ചില്ല, ഈ ഭൂമി അവസാനം തീക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ച തീയാൽ നശിക്കുന്ന ഭൂമിയാണ്. ദൈവ നോഹയുടെ കാലത്ത് ഈ ഭൂമിയെ പ്രളയത്താൽ നശിപ്പിച്ചതുപോലെ ഈ ഭൂമിയുടെ നാശം തീയാൽ സംഭവിക്കുന്നതാണ്. ആമേൻ. ഭൂമിക്കടിയിലെ മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമെന്ന് 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം വായിച്ചത് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ വായിച്ചു നോക്കണം. അപ്പം ഭൂമിയിലുള്ള മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുമ്പോൾ ഈ ഭൂമിയിൽ മനുഷ്യന്റെ കൈപ്പണിയായിരിക്കുന്ന എല്ലാം വെന്തുരുകും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ ഇന്തോനേഷ്യയിലുള്ള അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇന്തോനേഷ്യയിൽ അഗ്നിപർവ്വതം പൊട്ടി ഒഴുകുമ്പോൾ കടലിൽ നിന്ന് തിരമാലകൾ അടിച്ചുയരുന്നത് പോലെയാണ് പാറയുടെ ഇടുക്കുകളിൽ നിന്ന് അഗ്നിപർവ്വതത്തിൽ നിന്ന് തിരമാലകൾ ഉയർന്നുപോലെ ഉയർന്ന് ഒഴുകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? വീഡിയോ നിങ്ങൾ കാണണം. എവിടെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എവിടെന്നെങ്കിലും യൂട്യൂബിൽ കിടപ്പുണ്ട്, അത് കാണണം. അങ്ങനെ അഗ്നിപർവ്വതം പൊട്ടി ഒഴുകി അത് വലിയ നദിയായി ഒഴുകുന്നത് പോലെ ഒഴുകും. എന്നീ പാറകളെല്ലാം ഉരുകിയ പാറകളെല്ലാം ഉരുകുന്നു. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ ഭൂമി നീ കെട്ടിയെടുത്തതും കെട്ടിച്ചമച്ചതും പിടിച്ചെടുത്തതും വാങ്ങിക്കൂട്ടിയതും പടുത്തുയർത്തിയതും എല്ലാം ഒരു പിടി ചാരമാകുന്ന ദിവസമുണ്ട്. മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയുമ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീ ഭൂമിക്ക് വേണ്ടി ജീവിക്കരുത്. അല്ലേ? നീ ജീവിക്കുന്നത് യേശുവിന് വേണ്ടി ജീവിക്കണം. നീ യേശുവിന് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ഈ ഭൂമി നിനക്കൊരു മരണം ദൈവം വെച്ചിട്ടുണ്ട്. അത് കർത്താവിടെ മരിച്ച് നമുക്കത് പഠിപ്പിച്ചു തന്നു, ഉയർത്തിയത്. അത് നിന്റെ മരണാനന്തരം യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ നീ ഉയർത്തെഴുതേക്കും. രക്തജയം. ആ ഉയർപ്പ് കർത്താവിനോട് കൂടെ നീ മേഘങ്ങളിൽ എടുക്കപ്പെടും. അവരോട് കൂടെ നിത്യത മുഴുവൻ നിനക്ക് വാഴുവാൻ കഴിയും. ഹല്ലേലൂയ. അല്ല, നീ വീണ്ടെടുക്കപ്പെടുന്നില്ലെങ്കിൽ കർത്താവായ യേശു വിശ്വസിന്റെ ഓകപ്രകാരം ജീവിച്ച് പുളച്ചു മതിച്ച് നീ മരിച്ചാൽ നിന്റെ മരണം കൊണ്ട് നിനക്ക് ലഭ്യമാകുന്ന നരകമാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശു, ഹല്ലേലൂയ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്തവൻ, മരിക്കുവാൻ കഴിയാത്തവൻ, ഹല്ലേലൂയ.
അവനെ നിന്റെ സൃഷ്ടാവായിട്ട് സ്വീകരിക്കണം, രക്തം ചെയ്യും. അതുകൊണ്ട് യേശുവിന്റെ ആത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടണമെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഇവിടെ വീണ്ടും പറയുക, യേശു ക്രിസ്തുവിനെ മരണത്തിനോ പാതാളത്തിനോ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. പടയാളികൾക്ക് അവനെ കല്ലറയ്ക്കുള്ളിൽ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. സാത്താനെ പാതാളത്തിൽ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല. മരണത്തിൽ സാത്താനെ ജയിച്ചവനായി അവൻ ഉയർത്തെഴുന്നേറ്റെന്ന് വേദപുസ്തകം പറയുന്നു. ലേരിയ ആർക്കും യേശുവിനെ ഭൂമിയിൽ അടക്കി വെക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുക. അതുകൊണ്ടാണ് റോമലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം നമ്മൾ വായിക്കുന്നത്. ഇവിടെ ഇങ്ങനെ എഴുതിക്കും, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ദാവീദിന്റെ സന്തതി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തവനാലല്ലോ. ലേരിയ ഓർത്തു വയ്ക്കുക, ദാവീദിന്റെ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടവൻ. അത് ആ യേശുവിന്റെ മകനായിട്ട് നീ ജീവിക്കുവാൻ നിന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലേലിയ. നീ ലോകത്തിൽ വസിക്കുന്നവരാണെങ്കിലും ആശ്ചര്യമായി നീ ലോകപ്രകാരമാണ് നീ മുമ്പോട്ട് യാത്ര ചെയ്തെങ്കിലും ആത്മീയമായി നീ ദൈവത്തോടു കൂടെ ആയിരിക്കണം. പ്രൈസ് ലോർഡ്. വാക്കുകൊണ്ട് ദൈവത്തോടൊപ്പം നടക്കണമെങ്കിൽ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുവിനോടൊപ്പം ജീവിക്കണമെങ്കിൽ നിനക്ക് വിശുദ്ധി ആവശ്യമാണ്. അശുദ്ധിയെ മുഴുവൻ നീ നീക്കിക്കളയണം. നിന്റെ ജീവിതത്തിൽ അശുദ്ധി പ്രവേശിക്കരുത്. നിന്റെ പ്രവൃത്തിയിൽ, നിന്റെ നോട്ടത്തിൽ, നിന്റെ ജോലിയിൽ, നിന്റെ ഭവനത്തിൽ, നിന്റെ മക്കളിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിത സാഹചര്യങ്ങളിലൊന്നും അശുദ്ധി വരരുത്. ഹല്ലേലൂയ. നീ വിശുദ്ധിയോടെ ചെയ്യും. വിശുദ്ധന്മാർക്ക് വേണ്ടിയിട്ടാണ് സ്വർഗം ദൈവം ഒരുക്കിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് ഹല്ലേലൂയ കാണാൻ കഴിയുന്നത് സ്തോത്രം. അപ്പൊ യേശു വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവത്തിന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് റോമാലേഖനത്തിൽ വായിച്ചു. അപ്പോൾ തന്നെ ഹല്ലേലൂയ സ്തോത്രം, നമ്മൾ ദൈവത്തെ വായിക്കുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ഒരു ഇയ്യോബിന്റെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവനൊടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. ഇങ്ങനെ അറിയുന്നു, എന്റെ ത്വക്കിങ്ങനെ നാശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല. എന്റെ സ്വന്തം കണ്ണവനെ കാണും. എന്റെ ആന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. അപ്പം യോബിന്റെ പ്രത്യാശ എന്താ? നമ്മളോട് ഈ വെളിപ്പാട് പുസ്തകം സംസാരിക്കുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ, എന്നതേക്കും ജീവിച്ചിരിക്കുന്നതിനായി യേശു നമ്മോട് സംസാരിക്കുമ്പോൾ, ആ വെളിപ്പാട് പുസ്തകം യോബിന്റെ കാലഘട്ടത്തിൽ എഴുതിയിട്ടില്ലെന്നുള്ള ഓർക്കണം. യോബിന് ഈ പുസ്തകത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും വീണ്ടെടുപ്പുകാരനെ കുറിച്ച് യോബിന് മനസ്സിലായി. യോബിന് മനസ്സിലായി, ഞാൻ മരിച്ചാലും ഞാൻ ജീവിക്കും, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, ഞാൻ അവനെ കാണും. അന്യന്റെ കണ്ണുകൊണ്ടല്ല, എന്റെ കണ്ണുകൊണ്ട് തന്നെ കാണുമെന്ന് യോബ് പറയണമെങ്കിൽ അബ്രഹാമിന്റെ സമകാലികനായിരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന യോബ് അത്രയും വിശുദ്ധിയിൽ പറയണമെങ്കിൽ, അത്രയും വിശ്വാസത്തിൽ പറയണമെങ്കിൽ ദൈവം എത്രമാത്രം യോബിനോട് ഇടപെട്ട് കാണും. യോബ് പറയാ, അല്ലൊരു ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല എന്റെ സ്വന്തം കണ്ണവനെ കാണുമെന്ന് എന്ന് പറഞ്ഞ യോബിന്റെ അത്യഗാധമായ കഷ്ടതയുടെ വേളയിലും ജീവിക്കുന്ന ഒരു വീണ്ടെടുപ്പുകാരനെ കുറിച്ചുള്ള അവന്റെ പ്രത്യാശ എത്ര വലുതാണ്. ഹല്ലേലൂയ. മരണത്തെ മുഖാമുഖം കണ്ടു കടന്നു പോവുകയായി യോബ്. ശരീരം മുഴുവൻ വ്രണം പുഴുവരിക്കുക, വേദന കൊണ്ട് ഭാരപ്പെടുക. പുഴു ശരീരത്തിൽ വ്രണത്തിനകത്തിരുന്ന് കുത്തുന്നത് കൊണ്ട് കഷ്ടതയുടെ, വേദനയുടെ, സങ്കടത്തിന്റെ നടുവിലൂടെ മരണം ഏതു സമയത്തും തന്നെ പിടിപെടുമെന്നുള്ള അനുഭവത്തിൽ യോബ് വന്നപ്പോൾ യോബ് പറയാ, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു. ഇന്ന് പകലെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ മരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് മരണാസനായിരിക്കുകയാണോ? ഡോക്ടർമാർ കൈവിട്ട്, മരുന്നുകൾ നിന്നെ കൈവിട്ട്, നിന്റെ മരണമാണ് നിന്റെ മുമ്പിൽ, നിന്നെ കുറിച്ച് പ്രതീക്ഷയില്ലെന്ന് ലോകം പറഞ്ഞ് ഡോക്ടർമാർ വിധി എഴുതിയെങ്കിൽ, മാരകമായ ഏതെങ്കിലും പ്രതിസന്ധി കടന്നു പോകുന്നുള്ളവരാണെങ്കിലും നിനക്ക് വിളിച്ചു പറയാൻ കഴിയണം, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നുവെന്നും. ഹല്ലേലൂയ. അവനോട് പൊടിമേൽ നിൽക്കുമെന്നും. ഇങ്ങനെ എന്റെ തോക്ക് ഇങ്ങനെ നശിച്ചേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും, അന്യനല്ല എന്റെ കണ്ണുകൊണ്ട് കാണുമെന്ന് യോബ് മരണവേളയിൽ തന്റെ പ്രതികൂല സാഹചര്യത്തിൽ യോബ് വിശ്വാസത്തോടെ പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ നിനക്കും പറയാൻ കഴിയണം. രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പേരെ പ്രത്യാശ വരുത് കേട്ടോ.
എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ നിന്റെ വലം കൈപിടിക്കുവാൻ, അവൻ നിന്നോട് കൂടെ നടക്കുവാൻ, യേശു നിന്നോടൊപ്പം വസിപ്പാൻ, നിന്റെ കൂടാരത്തിൽ വസിപ്പാൻ, നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ വസിപ്പാൻ അവൻ ആഗ്രഹിക്കുന്നു. നിന്റെ ശരീരമാകുന്ന കൂടാരത്തെ യേശുവിന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഇയ്യോബിനെ പോലെ പ്രത്യാശ വേണം. അപ്പം ഇയ്യോബിന്റെ പരമോന്നതമായ വിശ്വാസത്തിന്റെ പ്രതീകമാണ് ഈ ഭാഗം. മാത്രമല്ല, ഇയ്യോബിന്റെ ഒരു പ്രവചനം കൂടിയായിരുന്നു. ഇയ്യോബ് ആ കാലഘട്ടത്തിൽ ഒരു പ്രവചനം കൂടെ നടത്തിയതാ. എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. അതേ സ്നേഹിത, നാം ഈ ഭൂമി ജീവിക്കുന്നത് അല്പകാലം മാത്രമാണ്. നമ്മൾ ഈ ഭൂമി ജീവിക്കുന്നത് അല്പകാലം മാത്രമാണ്. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ, സങ്കീർത്തനം 90 വായിക്കുമ്പോൾ, അവിടുത്തെ വചനം 90:10 വായിച്ചാൽ മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം, ഏറെ ആയാൽ 80, അത് വേഗം തീരുകയും നമ്മൾ പറന്നു പോവുകയും ചെയ്യുമെന്നൊക്കെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അല്പം കൂടെ ഒക്കെ മുന്നോട്ട് പോയാലും എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഈ ഭൂമി ജീവിച്ച് മരണം നീ ഭരിച്ച് മരണത്തെ അഭിമുഖിച്ചേ മതിയാകുള്ളൂ. പക്ഷെ നിന്റെ മരണാനന്തരം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ യെരൂശലേമില്, ആ ദൈവരാജ്യത്തിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്ന മണവാളനായിരിക്കുന്ന മണവാട്ടിയുടെ ആത്മാവായിരിക്കുന്ന കർത്താവിന്റെ മണവാട്ടിയായി നിന്റെ നിത്യത മുഴുവൻ ചെലവഴിക്കണമെന്ന് യേശു ആഗ്രഹിക്കുക. രക്തം ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ നിന്നെ വിട്ടുപിരിയാൻ കഴിയാത്ത മണവാട്ടിയെ വിട്ടുപിരിയാത്ത മണവാളൻ ഉണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് മരണത്തെ ജയിക്കണം. ചിലർക്ക് മരണമെന്ന് പറയുമ്പോൾ തന്നെ പേടിയാ. മരണമെന്ന് പറയുമ്പോൾ പേടിയാ. മരിച്ച വീടിനെ കുറിച്ച് പറയുമ്പോൾ പേടിയാ. അയ്യോ, എന്റെ വീട്ടിലെ ആള് മരിച്ചു പോയെന്ന് പറയുമ്പോഴത്തേനും അതിനേക്കാൾ ഭയങ്കര പേടിയാ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, നിങ്ങളുടെ സ്വന്തം ഭവനത്തിൽ, ഹല്ലേലൂയ, നിങ്ങളെ അപ്പനോ അമ്മയോ മരിച്ചെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരി മരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ മരിച്ചു, ബന്ധുക്കൾ ആരെങ്കിലും മരിച്ചു, അങ്ങനെ മരിച്ചു എന്ന് ചിന്തിക്കുന്നെങ്കിൽ, അങ്ങനെ മരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായാൽ അവിടെ നിങ്ങൾക്ക് ആ മരണത്തെ പേടിയില്ലേ? ആ മരണത്തെ പേടിയായതുകൊണ്ടല്ലേ നിങ്ങൾ അവസാനം ആ വീട്ടിലെ മരിച്ച ആളെ കൊണ്ട് അടക്കമൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ആ വീട്ടിൽ പാർക്കാൻ താമസമാണ്. പേടിയാ മരിച്ച ആളിനെ കുറിച്ച്. അപ്പൊ മരണത്തെ എല്ലാവർക്കും ഭയമാണ്. പക്ഷെ വേദപുസ്തകം പറയും, നീ മരണത്തെ ഭയപ്പെടരുത്, നീ മരണത്തെ ജയിക്കണം. മരണമെന്ന ഭയം നിന്റെ ഉള്ളിൽ നീക്കി കളയണം. യേശു മരിച്ചടക്കപ്പെട്ടെങ്കിൽ അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗ്ഗാരോഹണം ചെയ്തു, അവൻ എന്നേക്കും ജീവിക്കുന്ന ദൈവമായി പിതാവിന്റെ വലത്തുഭാഗത്ത് തന്റെ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥനായിരിക്കുന്നു. അതുകൊണ്ട് നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ല, ഞാൻ മരിച്ചാലും ജീവിക്കും. ഹല്ലേലൂയ. മരിച്ചാലും ജീവിക്കണമെന്ന് ഉറപ്പ് വേണമെങ്കിൽ നീ യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കണം. യേശുക്രിസ്തുവിന്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുക മാത്രമല്ല, വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് നീ മാനസാന്തരപ്പെട്ട് അഭിഷേകത്തിൽ ജീവിക്കണം, വിശുദ്ധി ജീവിക്കണം. വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ വിളിക്കപ്പെട്ട യേശുവിന്റെ മകളായി ജീവിക്കണം. എങ്കിലേ നിനക്ക് മരണത്തെ ജയിക്കാൻ കഴിയുള്ളൂ. അപ്പൊ യേശു മരണത്തെ ജയിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആകയാൽ നാം ഹല്ലേലൂയ മരണത്തെ ഭയപ്പെടരുത്. അതുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യലേഖനമൊക്കെ എഴുതുമ്പോൾ വെല്ലുവിളിച്ച് പറയുന്നത്. ഹല്ലേലൂയ. കൊരിന്ത്യലേഖനം എഴുതും 1 കൊരിന്ത്യലേഖനം 15-ാം അധ്യായം അതിന്റെ 55-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ പൗലോസ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. മരണത്തെ വെല്ലുവിളിക്കുന്ന പൗലോസ് ദമസ്കോസ് പടിക്കൽ വെച്ച് പൗലോസിനെ യേശു വിളിച്ച് വേർതിരിച്ച് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിച്ച് അയച്ചു കഴിഞ്ഞപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശു പൗലോസിനോട് കൂടെ യാത്ര ചെയ്തു. പൗലോസ് ദൈവത്തിന് വേണ്ടി നിന്നു കൊടുത്തു. തന്റെ ഉള്ളിൽ, പൗലോസിന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിനെ, ദൈവിക അഭിഷേകത്തെ യേശു പകർന്നു കൊടുത്തു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഹല്ലേലൂയ പൗലോസ് സകല ജനത്തോട് സകല സ്ഥലങ്ങളിലും അറിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പീഡകൾ വന്നു, ഉപദ്രവങ്ങൾ വന്നു. മൃഗയുദ്ധം, മരണസമാനമായ അനുഭവത്തിലൂടെ കടന്നുപോയി. അങ്ങനെയുള്ള സാഹചര്യത്തിലും പൗലോസ് തന്റെ വാർദ്ധക്യ കാലഘട്ടത്തിലും മരണം തന്റെ മുമ്പിലുണ്ടെന്ന് അറിഞ്ഞിട്ടും മരണത്തെ ഭയപ്പെടാതെ മരണത്തെ വെല്ലുവിളിക്കുക പൗലോസ്. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഈ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശിക്ഷയോ ന്യായപ്രമാണം. അതെ, നീ മരണത്തെ വെല്ലുവിളിച്ച് ജീവിക്കണം. മരണമെന്ന് കേൾക്കുമ്പോൾ ഇയാപ്പാറ്റ് വിറയ്ക്കുന്ന പോലെ വിറയ്ക്കരുത്. ഞാൻ നിങ്ങളോട് പറയും, എനിക്ക് മരണത്തെ ഭയമില്ല.
മരണത്തെ ഭയമില്ലെന്ന് പറയാൻ കാരണം സ്തോത്രം 1.5 വർഷം മുമ്പ് എൻ്റെ വൈഫ് എൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് അവൾ പെട്ടെന്ന് അറ്റാക്കായിട്ട് മരിച്ചു. മരണം നേരിട്ടിയ മുഖാമുഖം കണ്ടു. ആ സെക്കൻഡിൽ തന്നെ നിവർത്തി എൻ്റെ വടിയൊട്ട് കിടന്ന എൻ്റെ ഭാര്യ മരിക്കുന്ന അനുഭവത്തെ ഞാൻ ശരിക്കും അനുഭവിച്ചറിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഒറ്റ കാര്യമേ ഉള്ളൂ, മരണത്തെ എന്തിനു ഭയപ്പെടുന്നു? ദൈവം നമ്മെ ഈ ഭൂമിയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ദൈവം നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിന്റെ മകനായി മകളായി ഇവിടെ വെച്ച് ദൈവത്തിന്റെ മണവാട്ടിയായി ഇവിടെ നമ്മെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ടെങ്കിൽ നാം ഇവിടുന്ന് പോയേ മതിയാവുള്ളൂ, ഇവിടെ നാം മരിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടണം. മരണത്തെ പൗലോസ് വെല്ലുവിളിച്ചതുപോലെ വെല്ലുവിളിക്കണം. ഹല്ലേലൂയ. മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല ഒരു ദൈവഭക്തന്റെ ജീവിതം എന്ന് പറയുന്നത്. മരണം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്. മരണാനന്തൊരു ജീവിതമുണ്ട്. ഒരു മനുഷ്യൻ, ഒരു ദൈവഭക്തൻ ഇവിടെ ഹല്ലേലൂയ മരിക്കുമ്പോൾ ഹല്ലേലൂയ ആ മരണം കൊണ്ട് തീരുന്നില്ല. സകല ജനങ്ങളും മരിക്കുമ്പോൾ മരണം കൊണ്ട് തീരുന്നതല്ല ജീവിതം. മരണാനന്തര ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം നിത്യമായി സ്വർഗത്തിൽ സ്വർഗീയ പരദീസയിൽ ആയിരിക്കണമെങ്കിൽ, യേശുവിനോട് കൂടെ ആയിരിക്കണമെങ്കിൽ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുവിനെ നീ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ചതിന്റെ പാപത്തെ നീ നീക്കിക്കളഞ്ഞ് ന്യായപ്രമാണത്തിന്റെ ബന്ധനത്തിൽ, ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നീ പുറത്തു വന്ന് യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരണം പ്രാപിക്കണം. ഹല്ലേലൂയ. വിശുദ്ധി ജീവിക്കണം. അതുകൊണ്ടാണ് മരണത്തെ പൗലോസ് വെല്ലുവിളിക്കുക. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനമേ, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ നിങ്ങൾക്ക് മരണത്തിന്മേലും ജയമുണ്ട്. ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് മുഖാന്തരം നിങ്ങൾക്ക് മരണത്തിന്മേലും ജയമുണ്ട്. മരിച്ചവരെ ഉയർപ്പിപ്പിന്ന യേശു പറഞ്ഞത്. മരണത്തെ ജയിച്ചവൻ യേശു ശിഷ്യന്മാരെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ മരിച്ചവരെ ഉയർപ്പിക്കണമെന്ന്. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർപ്പിക്കണമെന്ന് യേശു പറയുക. നമ്മൾ മരണത്തെ ഭയപ്പെടാനല്ല യേശു പറഞ്ഞത്, പിന്നെന്താ? മരിച്ചവരെ ഉയർപ്പിക്കണം എന്ന് പറഞ്ഞാൽ, നമ്മൾ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ഹല്ലേലൂയ. അപ്പൊ മരണത്തെ ജയിച്ചവനായ യേശു, ഹല്ലേലൂയ, മരണത്തെ ജയിച്ച ജയാളിയായി ദൈവരാജ്യത്തിൽ, അല്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി മധ്യസ്ഥനയ്ക്കുന്ന യേശു പറയുക. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് പറഞ്ഞ പോലെ നിങ്ങൾ മരിച്ചവരെ ഉയർത്തിപ്പിക്കണം. അപ്പൊ മരിച്ച രോഗികളെ സൗഖ്യമാക്കണം, മരിച്ചവരെ എഴുന്നേൽപ്പിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് ഇവിടെ കുഷ്ഠരോഗിക്ക് ശുദ്ധരാക്കണം, അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കണം, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ച് സൗജന്യമായി കൊടുക്കണം. അതേ പ്രിയരെ, നമ്മൾ മരണത്തെ ഭയപ്പെട്ട് ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം, നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന വാചനം, അധികാരം. അതുകൊണ്ട് നാം ഭൂമിയിൽ എല്ലായിടവും സഞ്ചരിച്ച് രോഗികളെ സൗഖ്യമാക്കണം യേശുവിന്റെ നാമത്തിൽ, മരിച്ചവരെ ഉയർപ്പിക്കണം, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കണം. ഹല്ലേലൂയ. ഭൂതങ്ങളെ പുറത്താക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് സൗജന്യമായി തന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. രക്തജയം സൗജന്യമായിട്ട് നമുക്ക് തന്ന ജീവിതം, സൗജന്യമായിട്ട് നമുക്ക് തന്ന രക്ഷ, ദൈവം സൗജന്യമായി നമുക്ക് തന്ന മാനസാന്തരം, ദൈവം നമുക്ക് സൗജന്യമായി തന്ന നമ്മുടെ എല്ലാ കഴിവുകളും, എല്ലാ നന്മകളും നമ്മൾ സൗജന്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നിന്റെ മേലുള്ള ശുശ്രൂഷ എന്താണ്? രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ച്, കുഷ്ഠരോഗിയെ ശുദ്ധരാക്കി. പഴയ നിയമത്തിൽ കുഷ്ഠരോഗം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആ കുഷ്ഠരോഗി ജനത്തിന്റെ സമൂഹത്തിൽ വരാൻ പറ്റത്തില്ലായിരുന്നു, അത്രമാത്രം കുഷ്ഠം പിടിച്ചവന് വിവർത്തുന്ന. പുതിയ നിയമത്തിൽ കുഷ്ഠരോഗം എന്ന് പറയുമ്പോൾ പാപത്തെയാണ്. പാപിയായി മനുഷ്യന് മാനസാന്തരത്തിന് സന്ദേശത്തിൽ നൽകി കൊടുക്കണം. അതുകൊണ്ട് നീ മരണത്തെ ഭയപ്പെട്ട് ജീവിക്കേണ്ട. പൗലോസ് മരണത്തെ ഭയപ്പെടാതെ മരിച്ചവരെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. പൗലോസിന്റെ പ്രസംഗം പാതിര വരെ നീണ്ടു. അപ്പം പടിക്കെട്ടുമേലിരുന്ന ഹല്ലേലൂയ ഒരു യൗവനക്കാരൻ താഴെ വീണു. അവര് കൂടെ ഇരുന്നില്ല, പറഞ്ഞു, അവൻ താഴെ വീണ് മരിച്ചു. പൗലോസ് ഇറങ്ങിച്ചതിനെ തഴുകി. പൗലോസ് പറഞ്ഞു, അവൻ മരിച്ചിട്ടില്ല, അവന്റെ ആത്മാവിന്റെ മേലുണ്ടെന്ന് പറഞ്ഞു.
അതെ, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ശുശ്രൂഷയാണ് ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മരണത്തെ ഭയപ്പെടരുത്. അല്ലേലൂയ. ഇവിടെ അല്ലേലൂയ സ്തോത്രം. യേശുവിനെ മരിച്ചവരെ ഉയർപ്പി എന്ന് ക്രിസ്തു പറയുക. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതേ ശ്ലോകത്താവേ, അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവനായിരുന്നു. മരണം നിന്റെ മുമ്പിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്തോത്രം എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം പറയുന്നത് ആമേ മരിച്ചവരെ ഉയർപ്പിക്കണമെന്ന് പറയുന്നത്. അല്ലെ, എഫേസ്യർ 2:1 അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവനിൽ അവൻ ഉയർപ്പിച്ചു. അല്ലേ? അപ്പം അതിക്രമങ്ങൾ, ഈ ലോകത്തിന്റെ അതിക്രമങ്ങളും പാപങ്ങളും മരിച്ച നിന്നെ ജീവനം ഉയർപ്പിച്ച് നിനക്ക് പാപോപദ്രവം തന്ന വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് വിളിക്കുന്ന യേശു നിന്റെ ഉള്ളിൽ വസിച്ച് നിന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്ത് ഈ ഭൂമി വെച്ചിരിക്കുമ്പോൾ, അല്ലേലൂയ, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ ദൈവത്തിന്റെ മകളായി നീ ജീവിക്കുമ്പോൾ, അല്ലേലൂയ, നിന്നെ പോലെ അതിക്രമങ്ങളും പാപങ്ങൾ മരിച്ചു കിടക്കുന്നവനെ ഈ സുവിശേഷം പറഞ്ഞതിനെ പാപത്തിന് പിടിപ്പിക്കണം. അവന്റെ ആത്മജീവൻ പകർന്നു കൊടുക്കണം. രക്തം ചെയ്യും. ദൈവത്തിന്റെ വചനമതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് മരിച്ചവരെ ഉയർപ്പിക്കണം. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ വചനം പറയാണ്, ലോകത്തിൽ ആയിരക്കണക്കിന് മതസ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം. ലോകത്തിൽ ആയിരക്കണക്കിന് മതങ്ങളുണ്ട്, തത്വജ്ഞാനികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഒരാൾ പോലും മരിച്ചവരെ ജീവനോടെ എഴുന്നേൽപ്പിച്ചിട്ടില്ല. ലോകത്തിൽ അനവധി മതങ്ങളുണ്ട്, മതഗ്രന്ഥങ്ങളുണ്ട്, മത നേതാക്കന്മാരുണ്ട്, എല്ലാം ഉണ്ട്. അനവധി തത്വജ്ഞാനികളുണ്ട്, അനവധികളുണ്ട്. പക്ഷെ മരിച്ചവരെ ഉയർപ്പിക്കുവാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയട്ടില്ല. യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ഭക്തിയിലൂടെയാണ് ദൈവം മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്മിത്ത് കുറിച്ചൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കും കാണാൻ കഴിയുന്നത്. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ലോകത്തിൽ മരിച്ച സകല ഉന്നതന്മാരും മരിച്ച് മണ്ണോട് മണ്ണ് പറഞ്ഞു, അവരുടെ കല്ലറകൾ മൂടിക്കിടക്കുന്നു. എന്നാൽ ക്രിസ്തീയ മാർഗത്തിൽ യേശു ജീവനോടെ എഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചിരിക്കുന്നു. യെരുശലേമിൽ അവന്റെ കല്ലറ മഹിമയോടെ തുറന്നു കിടക്കുകയാണ്. അപ്പൊ യേശുക്രിസ്തു മാത്രമേ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ടുള്ളൂ. മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവൻ യേശുക്രിസ്തു മാത്രമാണ്. യേശുക്രിസ്തു മാത്രം മരിച്ചവരിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തത്. സ്വർഗാരോഹണം ചെയ്തു എന്ന് പലരും പറയുമ്പോൾ ആരും സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. മരിച്ചവരിൽ ആദിജാതൻ യേശുക്രിസ്തു മാത്രമേ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തിട്ടുള്ളൂ. ആ യേശുക്രിസ്തുവാണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. ആ യേശുവാണ് മധ്യാകാശത്തിൽ വരുന്നവൻ, തന്റെ സഭയെ മണവാട്ടി ചേർക്കാൻ. അങ്ങനെ മധ്യാകാശത്തിൽ യേശു വരും. യേശു ക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരടക്കം, യേശുവിന്റെ അമ്മ മറിയടക്കം ഇന്ന് വിശ്രമിക്കുകയാണ്, നിദ്ര കൊള്ളുകയാണ്. എല്ലാവരും ഉയർത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ ഒപ്പം പുതിയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരും എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുക, മരണത്തെ ഭയപ്പെടാതെ ഒരു ഉയർപ്പ് നിനക്ക് വെച്ചിരിക്കുന്നു. ആ ഉയർപ്പ് യേശുവിനോട് കൂടെ ആയിരിക്കണം. അല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വരവിന് മുമ്പ് നീ മരണപ്പെട്ടാൽ വിശുദ്ധന്മാർ ഉയർക്കുന്ന കൂട്ടത്തിൽ നീ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്നതേക്കും ജീവിച്ചിരിക്കുന്ന ദൈവത്തിന്റെ മകളായി നീ മാറണം. അല്ല, നീ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരമാണ് സംഭവിക്കുന്നത്. ഈ കർത്താവിന്റെ പേരിൽ നീ രൂപാന്തരപ്പെടണമെങ്കിൽ എന്നതേക്കും ജീവിച്ചിരിക്കുന്ന യേശുവിനെ നീ രക്ഷകനായി സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ നിത്യത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് മറ്റു മതങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയില്ല. മറ്റു മതങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയുള്ളത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കാണ്. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന് പോലും ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയില്ല. ഞാൻ ഒരു കടയിൽ ഒരു മില്ലിൽ അരി പൊടിക്കാൻ പോകാറുണ്ട്. അരി പൊടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ സഹോദരി ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. അവർ പറയും സ്വർഗവും നരകവും ഇല്ല. സ്വർഗവും നരകവും ഒന്നുമില്ല വാസ്തവം. നിങ്ങളെന്താ പ്രസംഗിക്കുന്നത്? സ്വർഗവും ഇല്ല, നരകവും ഇല്ല. ഞാൻ ചോദിക്കും, നിങ്ങളെന്താ പിന്നെ പള്ളിയിൽ പോകുന്നത്? അതെല്ലാവരും പോകുന്നതുകൊണ്ട് ഞങ്ങൾ പോകുന്ന, അപ്പന്മാർ പഠിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നതാ. ഞാനിതൊന്നും വിശ്വസിക്കുന്നില്ല. മനുഷ്യൻ മരിച്ചാലൊന്നും ജീവിക്കത്തില്ല, ഉയർത്തെഴുന്നേൽക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ അവിടെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സാഹചര്യം. അപ്പം ഞാനോട് പറയാറുണ്ട്, നിങ്ങൾക്ക് മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശയില്ല, നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങൾക്ക് പ്രത്യാശയില്ല. നിങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൽ ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടുള്ളതെങ്കിലും നിങ്ങൾക്ക് മരിച്ചവരെ കുറിച്ച് ഉയർത്തെഴുന്നേൽപ്പിനെ പ്രത്യാശയില്ലെന്ന് പറഞ്ഞു. അവർക്കത് വരാൻ കാരണം എന്താ? അവരങ്ങ് പറയാം, അവർ മതങ്ങൾ അവരെ പഠിപ്പിച്ചിട്ടില്ല.
മരിച്ചവൻ ഉയർത്തി നിൽക്കുന്നു, മരിച്ചവന് ഉയർപ്പുണ്ടെന്നും അവന് നിത്യതയുണ്ടെന്നും സ്വർഗരാജ്യത്തിൽ അവർ പ്രവേശിക്കുമെന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തു മണവാട്ടിയാണെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കാത്തത് കൊണ്ടാണ് അവർ ഈ ഭോഷത്തരം വിളിച്ചു പറയുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭോഷത്തരമാണ്, നിങ്ങളെ നിങ്ങളുടെ മതം പഠിപ്പിക്കാത്തതുകൊണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ട് മതങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിന് പ്രത്യാശയില്ല. അവരിൽ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി ഒന്നെങ്കിൽ അമിലലിയ ഏതെങ്കിലും വിധത്തിൽ അവർ സംസ്കരിക്കും. ഇന്നത്തെ മരിച്ചു കഴിയുന്ന മനുഷ്യനെ സംസ്കരിക്കുന്ന വിധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അപ്പം വിവിധ തലങ്ങളില വിവിധ മോഡലുകളിൽ അവരെ അടക്കുന്നത്. അല്ലേലിയ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു പറയുക, എന്നിൽ മരിക്കുന്നവൻ വീണ്ടും ജീവിക്കും. അല്ലേലിയ. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവൻ വീണ്ടും ജീവിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. ഒരു വിത്ത് വിതയ്ക്കും. കർഷകന് വിത്ത് വിതയ്ക്കുന്നത് ആ വിത്ത് മുളച്ച് പൊങ്ങി ആ വിത്ത് ചെടിയായി വളർന്ന് വൃക്ഷമായി ഫലം കൊടുക്കുന്നത് പോലെ. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിങ്ങൾ ഈ ഭൂമിയിൽ അല്ലേലിയ ജനിച്ചു, നിങ്ങളിവിടെ വളർന്നു, ഇനി നിങ്ങൾ മരിക്കും. മരണാനന്തരം നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കർത്താവിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവനായി, വിശ്വാസമുള്ളവനായി, എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവിന്റെ മകനായി, മകളായി ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രത്യാശ വേണം. ഹല്ലേലൂയ, സ്തോത്രം. ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രത്യാശ വേണം. ഈ ക്രൈസ്തവ മതമൊക്കെ ഈസ്റ്റർ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അവർ ആചരിക്കും, കൊണ്ടാടും. ഹല്ലേലൂയ. അത് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിൽ പ്രത്യാശയില്ലാത്ത അനവധി ക്രൈസ്തവരെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവരത് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് ഉയർത്തെഴുന്നേൽക്കുന്ന പ്രത്യാശയില്ലാത്ത അനവധി ആളുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ കാര്യം. അല്ലേ? അപ്പൊ യഥാർത്ഥമായി ഉയർത്തെഴുന്നേൽപ്പിൽ പ്രത്യാശയുള്ള കൂട്ടരാരെന്ന് ചോദിച്ചാൽ, കർത്താവ് യേശുവിന്റെ രക്തത്താൽ പാപമോചനം പ്രാപിച്ചവൻ, യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചവൻ, പാപത്തിന് പരിഹാരം വരുത്തിയവനാണ് യഥാർത്ഥ വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്നവൻ. ഹല്ലേലൂയ. അതുപോലെ വിത്ത് വിതച്ച്, കർഷകൻ ഒരു വിത്ത് വിതച്ച്, ആ വിത്ത് വിതച്ചത് വളർന്ന് അല്ലെങ്കിൽ ചെടിയായി മുളയ്ക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടി വിതയ്ക്കുന്ന പോലെ ക്രിസ്തുവിൽ മരിച്ച് നിങ്ങൾ ഒരിക്കൽ ഉയർത്തി നിൽക്കും. മഹിമയുള്ള തേജസ്സുള്ള ശരീരത്തോടെ നിങ്ങൾ കർത്താവിനോട് കൂടെ എഴുന്നേൽക്കും. ഉയർത്തി നിൽക്കുന്നുള്ള പ്രത്യാശ നിങ്ങൾക്കുണ്ടായിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ ഒരു പ്രത്യാശ ഉണ്ടാകണം. അത് ആ വിശ്വാസവും പ്രത്യാശയുമാണ് നമ്മളിവിടെ ജീവിക്കാൻ കാരണം. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞ് എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടിയിട്ട് എന്നെ പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തുകൊണ്ട് എന്നേക്കും ജീവിച്ചിരുന്ന കർത്താവിന് വേണ്ടി എൻ്റെ ശരീരമാകുന്ന ഈ കൂടാരത്തെയും മൺകൂടാരത്തെയും വിട്ടുകൊടുത്തിട്ട് എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവിനിൽ വസിക്കും. ഞാൻ കർത്താവിന്റെ മണവാട്ടിയായി ഞാനിവിടെ ജീവിക്കും. എനിക്ക് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് പ്രത്യാശയുണ്ട്. ഞാൻ മരിച്ചാലും ജീവിക്കും, മരിച്ചാലും ഉയർത്തി നിൽക്കും, നിത്യതയിൽ ഞാൻ ഉണ്ടാകും. അതാണ് എൻ്റെ പ്രത്യാശ. അതുകൊണ്ട് യേശു പറയുക, യോഹന്നാനിൽ കൂടെ സംസാരിക്കുക, ഞാൻ ആദ്യനുമാകുന്നു, ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതെ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന മകൻ കർത്താവിന്റെ മകനാണോ മകളാണോ? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളോട് ചോദിച്ചു നോക്കി. എന്നേക്കും ജീവിച്ചിരിക്കുന്ന മരണമില്ലാത്ത യേശുവിന്റെ മകനാണോ മകളാണോ ഞാൻ? അവനെ എൻ്റെ വീണ്ടെടുപ്പതിനായി സ്വീകരിച്ചിട്ടുണ്ടോ? അവനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കത്തിനാണോ ഞാൻ ജീവിക്കുന്നത്? എനിക്ക് മരണത്തെക്കുറിച്ച് പ്രത്യാശയുണ്ടോ? ഉയർപ്പിനെ കുറിച്ച് പ്രത്യാശയുണ്ടോ എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ച്, അതില്ലെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം. ഹല്ലേലൂയ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇന്ന് ലോകത്തിൽ പല ശക്തികളുണ്ട്, ഉയർപ്പിക്കുന്ന ശക്തി മാത്രമില്ല. ലോകത്തിൽ അനവധി ശക്തിയുണ്ട്, ഭക്തിയുണ്ട്, ഭക്തിയുണ്ട്. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശക്തിയില്ല. ഹല്ലേലൂയ. മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ശക്തി യേശുക്രിസ്തുവിന് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ടാണ് യേശു മറിയുടെ അരികിൽ വന്നിട്ട് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ ജീവിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. യേശു പറയുക, സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, യേശു അവളോട്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു. യേശുവോട്, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ലെന്ന്.
അപ്പൊ യേശുവിൽ വിശ്വസിക്കുന്ന ആരും ഒരു നാളും മരിക്കുകയില്ല. ആന്തരികമായി ജഡത്തിന്റെ മരണം സംഭവിക്കും. പക്ഷേ ആ മരണാനന്തരം എന്നേക്കും ജീവിക്കുന്ന യേശുവിനോട് കൂടെ നമ്മൾ നിത്യത മുഴുവൻ ചെലവഴിക്കും. അതെ മാതാവേ, പിതാവേ, നിനക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. അപ്പം മരിച്ചവർക്കും ഹല്ലേലൂയ ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവ് ആകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർക്കുകയും ചെയ്തതെന്ന് റോമാലേഖനം 14:9 വായിക്കുന്നുണ്ട്. 14:9 അത് നമ്മൾ വായിച്ച വചനത്തിലേക്ക് വന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 17-18 വാക്യങ്ങളാണ് വായിച്ചത്. അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു, അവന്റെ വലങ്കി എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അതേ ശ്രോതാവേ, എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവിന് വേണ്ടി ഇതിനെ വിട്ടുകൊടുക്കാൻ കഴിയുമോ? ആരെങ്കിലും കർത്താവിന് ഇതുവരെ ഹൃദയം കൊണ്ട് സ്വീകരിപ്പാൻ കഴിയാതെ ഇന്നും മരണത്തെ ഭയപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഇന്ന് പകൽ യേശുവിനെ വിട്ടുകൊട്. എന്നേക്കും ജീവിച്ചിരിക്കുന്ന യേശുവിനെ വിട്ടുകൊട്. ദൈവം നിന്നെ നിന്നെ കൈപിടിച്ച് നടത്തും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശോയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്താണ് യുവജനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ, ഭാരത, ലോക രാജ്യം 800 കോടി ജനം ആമിയുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കേണ്ട. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരത്തിൽ, യുവനത്തിൽ, വാർത്തനിരാൻ, വൃദ്ധാശ്രമ യാച റോട്ടനെ ജോട്ടൻ ജീവിത തടവറയിലായിരിക്കുന്ന ജനത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവി ആമി കർത്താവ് ഞങ്ങളുടെ വില്ലേജ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണവിധ സംസ്ഥാനങ്ങൾ, രാജ്യങ്ങളെ രാഷ്ട്രപതിക്കുന്നത് രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങൾ, ദ്വീപുകളെ, ആദിവാസി ട്രൈബൽ മേഖലയിലായിരിക്കുന്ന സകല ജനത്തെയും ഓർത്തപ്രാൻ സകല അധികാരികൾ, എല്ലാ മത സാമൂഹിക സംസ്കാര സ്ഥലത്തെ മാധ്യ വീടുകൾക്ക് എല്ലാ മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാരെ, ഭരണപക്ഷ പാർട്ടികളെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അതിർത്തികൾ കാക്കുന്ന BCR അതിർത്തി എല്ലാ സൈന്യത്തെയും, കർത്താവിയുടെ പോലീസിൽ, വിവിധ സെക്ഷൻ, ജുഡീഷ്യൽ ഭാഗങ്ങളെ, ക്രമസമാധാന രംഗത്ത്, നിയമനിർമ്മാണ രംഗത്ത്, രഹസ്യ വിഭാഗങ്ങളെ, സകലമില്ല, പൊതുമേഖല, ആരോഗ്യമേഖല, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന, ഭാഗ്യമേഖലയിലായിരിക്കുന്ന എല്ലാ ജനത്തെയും, ആരോഗ്യമേഖലയിലായിരിക്കുന്നവർക്കായി എല്ലാ കേന്ദ്ര സ്ഥാന ജീവനക്കാര്യങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കരയിലും കടലും ആകാശമാർഗം വാഹനൂടി യാത്ര വാഹനം സെയിൽസ് ചെയ്യുന്നവർക്കായി, കാരവാസി തീരസ് മത്സ്യബന്ധനെ കടന്നുപോയിരിക്കുന്നവർ, കരികൾ, കമ്പനി, ഫാക്ടറി ജോലി ചെയ്യുന്നവർ, എല്ലാ വ്യാപാരി, വ്യവസായ, വഴിയോര കച്ചവടക്കാരെ, എല്ലാ ക്ഷീരമേഖലയിലും കാർഷിക മേഖല ജോലി ചെയ്യുന്ന, എല്ലാ പൊതുമേഖല ജോലി ചെയ്യുന്നവർ, കൺസ്ട്രക്ഷൻ രംഗത്ത്, മെക്കാനിക്, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത്, എല്ലാ ടാക്സി ഡ്രൈവേഴ്സിനെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ ആമേൻ കർത്താവേ, സ്തോത്രം. എല്ലാ മേഖലയിലായിരിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയിലും ജനത്തെ ശുദ്ധീകരിക്കണമേ. വിദേശ രാജ്യങ്ങൾ, കർഷക വേദനയിൽ ജോലിയെ കടന്നുവരി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജോലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധിയുടെ കടന്ന് മാരകമായ രോഗത്തിന് അടിമകളായിരിക്കുന്നവർ, മരണാസിലായിരിക്കുന്നവർ, ഹല്ലേലൂയ വിവിധ ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഭവനത്തിൽ മരണത്തോട് വരടിക്കുന്നവർ, ആമേൻ വൈകല്യമുള്ളവർക്കായി, ജന്മനാ വൈകല്യമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ആയുസ്സിൽ വിട്ട് കിടക്കുന്ന, തളർന്നു കിടക്കുന്ന, പക്ഷപാതക്കാർ അടക്കമുള്ള, മദ്യത്തിൽ, മയക്കുവിനും, ബാൻസ് ലഹരിക്ക് അടിപ്പെട്ട് കിടക്കുന്നവർ, ആമേൻ ജീവിതം തകർന്ന കുടുംബജീവിതം ചിഹ്നഭിന്നമായി സമാധാനമില്ലാത്ത ജീവിക്കുന്ന അനേക കുടുംബങ്ങളിൽ ഇന്ന് പകൽ കർത്താവിന്റെ സാന്നിധ്യം വിടപ്പെടട്ടെ. എന്നതേക്കും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ ജനം നിറയപ്പെട്ട് വിശുദ്ധ ജീവിതം ഇടയാക്കണമേ. തീവ്രവാദികൾ, ഭീകരവാദികൾ, ഭാഗ്യവാദികൾ, നിരീശ്വരവാദി, യുക്തിവാദികളും, ദൈവമില്ല എന്ന് പറയുന്ന സകല മൂഢന്മാരും മാനസാന്തരപ്പെട്ട് മടങ്ങി വരുവാൻ, എന്നതേക്കും ജീവിച്ചിരിക്കുന്ന യേശുക്രിസ്തു പ്രത്യാശ ജനത്തിൽ ഉണ്ടാകുവാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിലും നീതി വെളിപ്പെടുത്തണമേ. ഇതുപോലെ എല്ലാ ജനത്തെ അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.